സ്വന്തം നാട്ടുകാരും പഴയ കളിക്കൂട്ടുകാരും അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരെ മറ്റ് രാജ്യങ്ങളിൽ പോയി അവരുടെ നാട്ടിൽ പോയി കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. യെസ്, KLTVK യാത്ര അവസാനിപ്പിച്ച് ഡബ്ലിനിൽ ഞാൻ എൻ്റെ 2 കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കറുത്ത ഉടുപ്പിട്ടിരിക്കുന്ന ആളാണ് റിനോ. ആൾ ഭയങ്കര തള്ളാണ്, തള്ളി തകർത്തുകൊണ്ടിരിക്കുകയാണ്, പഴയ കഥകളും മറ്റുമൊക്കെ ആയിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വെളുത്ത് ഉടുപ്പിട്ടിരിക്കുന്ന ആളാണ് വിപിൻ സി, നമ്മുടെ പഴയ സി എന്ന് ഞങ്ങൾ വിളിക്കുന്ന വിപിൻ സി. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കൂട്ടത്തിൽ തള്ളാൻ മോശമില്ലാത്ത ഞാനും ഞങ്ങൾ 3 പേരും കൂട്ടിരുന്ന് തള്ളങ്ങോട്ട് തുടങ്ങി. പഴയ കഥകളും പഴയ കുത്തിപ്പൊക്കലുകളും പഴയ സംഭവങ്ങളും സ്കൂളിലെ പ്രേമലീലാവിലാസങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ കഥകളാണോ പറഞ്ഞത് അങ്ങനെയുള്ള പല കഥകളും പറഞ്ഞ് തള്ളിമറിച്ച് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത്. 13 Pro Max കിണ്ണ സാധനമായിരുന്നു. ഞാനത് ഷെറിന് കൊടുത്തിട്ട് ഞാൻ 15 Pro Max എടുത്തു. ഞാൻ നീ പതുക്കെ കയറി വാ, ഇമ്മൊരു വർഷം തോറും അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള നമ്മളെങ്ങനെ ചെയ്യാൻ? നിനക്ക് കുഴപ്പമില്ല, അവനെ കൊണ്ട് കൊടുത്ത് അവൻ അപ്ഗ്രേഡ് ചെയ്ത് 25 ദിവസം തായ്ലൻഡിലുണ്ടായിരുന്നു, 1 മാസം ചൈനയിലുണ്ടായിരുന്നു. ഇറങ്ങിയത് അവിടെ നിന്ന് തായ്ലൻഡിൽ നിന്ന് പോകത്തില്ല. 25 ദിവസം തായ്ലൻഡിലുണ്ടായിരുന്നു, ചൈനയിലും പോകത്തില്ല. 10 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വിപിനെ കാണുന്നത്. 10 കൊല്ലമായില്ല നമ്മൾ കണ്ടിട്ട്, 10 കൊല്ലത്തിന് മേലെ. ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ച കേട്ടോ, ഞങ്ങളെ നാട്ടിൽ ഒരുമിച്ച് പഠിച്ചാണ്. ഇത് റിനോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. റിനോ അബുദാബിയിലായിരുന്നു. റിനോ അബുദാബിയിൽ നിന്ന് ഇപ്പോൾ അയർലൻഡിലേക്ക് ചേക്കേറി. വിപിൻ സി ഖത്തറിലായിരുന്നു, അതിന് മുമ്പ് കോഴഞ്ചേരിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അയർലൻഡിലേക്ക് ചേക്കേറി. നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ലിങ്കു, ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ കുറേ ഗോസിപ്പുകളും പഴയ കഥകളും, അതെ, പണ്ടത്തെ സ്കൂളിലെ കഥകൾ, പണ്ട് ചെയ്ത എന്താ പറയാ തോന്നിവാസങ്ങളും പോക്കൃത്തരങ്ങളും ഒക്കെ അയവിറക്കി. പിന്നെ പണ്ടത്തെ ഓരോ ആളുകളുടെ പറയുന്നില്ല കുറ്റങ്ങളും കൂടുതൽ പറയാൻ പറ്റില്ല ഗൈസ്. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ പോകണം, എനിക്കും പോകണം. വളരെ പരിമിതമായ സമയം നമ്മൾ പഴയ ഓർമ്മകൾ ചെറിഷ് ചെയ്തു അല്ലേ? എൻജോയ് ചെയ്തു. അപ്പൊ ഇത് എപ്പോഴാ കാണുന്നത്? പിന്നെ എപ്പോഴെങ്കിലും കാണാം, അടുത്ത 10 വർഷം കഴിഞ്ഞിട്ട് കാണാം അല്ലേ? എന്തായാലും സന്തോഷം. റിനോ മോളെയും കൂട്ടിയാണ് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്. മോൾക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് റിനോ പെട്ടെന്ന് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ വിപിൻസിയും കൂടെ കുറച്ച് സമയം കൂടെ ചെലവഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് തിരിച്ച് ട്രെയിൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഡബ്ലിൻ നഗരം ഒന്ന് ശരിക്കും ഒന്ന് ചെറിയ രീതിയിലൊന്ന് കാണാനായിട്ട് ഇറങ്ങി. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അത്യാവശ്യം മോശമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു നഗരം, അതാണ് അയർലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഡബ്ലിൻ. ആ ഡബ്ലിൻ നഗരത്തിൽ ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയൊരു കടലിങ്ങനെ കയറി കിടക്കുന്ന ഒരു ചെറിയൊരു നദി പോലെ കിടക്കുന്നൊരു സ്ഥലമാണ്. നദിയുടെ മുകളിലൂടെ വളരെ മനോഹരമായിട്ടുള്ള പാലങ്ങളും പഴയ പാലങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഈ കാണുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാലമാണ്. അതായത് ഈ സാധനം കണ്ടോ, ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ പൊക്കും. നമ്മൾ ഈ ബുൾഡോസറിൻ്റെ ഒക്കെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഒക്കെ ഇത് പൊക്കുന്ന പോലെ ആ പാലം മൊത്തത്തിൽ ഇങ്ങനെ പൊക്കുന്നത്, ഇതിങ്ങനെ താത്തി അതിങ്ങനെ പൊങ്ങുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം. അത് കണ്ടപ്പോൾ നമ്മുടെ തോപ്പുംപടി പാലമൊക്കെ ഓർമ്മ വന്നു, എറണാകുളത്തുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കിനും ഈ നദിയുടെ തീരത്തായിട്ട് ഇതുപോലെയുള്ള കുറച്ച് ശില്പങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിനെപ്പറ്റി കാര്യമായിട്ട് നോക്കിയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഇവിടുത്തെ അട്രാക്ഷനായിട്ട് തോന്നിയത് ഇവിടുത്തെ ബസ്സുകളാണ്. എൻ്റെ ദൈവമേ, ഇത്രയും മനോഹരമായിട്ടുള്ള ബസ്സുകൾ, അതും ഭയങ്കര കളർഫുൾ ബസ്സുകളാണേ. അത് ശരിക്കും അയർലൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. UK-ലും നമുക്ക് റെഡ് കളറിലെ ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ കാണാമെന്നുണ്ടെങ്കിലും അയർലൻഡിലെ ആ മനോഹരമായിട്ടുള്ള ബസ്സുകളും പിന്നെ നദിയിലൂടെ പോകുന്ന വളരെ ഹൈറ്റ് കുറഞ്ഞ ബോട്ടുകളൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ ഹൈറ്റ് കുറഞ്ഞ ബോട്ടുകൾ എന്ന് പറയുന്നത് ഈ ചെറിയ ഹൈറ്റ് കുറഞ്ഞ പാലങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നതിന് വേണ്ടിയാണ് ഹൈറ്റ് കുറഞ്ഞ ബോട്ടുകൾ ഓടിക്കുന്നത്. പിന്നെ ബസ്സുകളൊക്കെ വായി നോക്കി എന്തൊക്കെയാണോ, എന്തോ ഒരു ടൈപ്പ് കിട്ടില്ല വണ്ടികളാണെന്നറിയാം ഇവിടെയൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് വായി നോക്കി നടന്നപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ബസ് പ്രാന്തൻ ശരിക്കും ഉണർന്നു വന്നു എന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ പണ്ട് ബസ് പ്രാന്തന്മാരാണല്ലോ. ബസ്സുകൾ ഒരു രക്ഷയില്ലായിരുന്നു, അതുപോലത്തെ ബസ്സുകളായിരുന്നു. അങ്ങനെ അവസാനം ഞാനും വിപിനും കൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പോയി. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പോയപ്പോൾ അവിടെയാണ് ബസ്സുകളുടെ ചാകര, മഞ്ഞ കളറിലെ ഡബിൾ ഡെക്കർ ബസ്സുകൾ. എൻ്റെ അമ്മോ, എനിക്ക് വയ്യ. ഞാനങ്ങനെ കുറേ ബസ്സുകളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അതാ കാണുന്നു ബ്രൂ ഡോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കിഡിലൻ ഐറിഷ് പബ്ബ്. അതിൻ്റെ മുമ്പിൽ അവിടെ അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബിയർ ക്യാനാണ്, അതായത് ബിയറൊക്കെ കൊണ്ടുവരുന്ന സാധനം. അതായത് ഇങ്ങനെയുള്ള ക്യാനുകളിലാണ് സത്യം പറഞ്ഞാൽ ഈ പല രാജ്യങ്ങളും ഈ നമ്മൾ ഈ ഡ്രോട്ട് ബിയർ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ഈ മഗ്ഗിനകത്ത് ഒഴിച്ച് തരുന്ന ബിയർ, ആ സാധനം വരുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഐറിഷ് പബ്ബ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. പിന്നെ നമുക്ക് കുറച്ച് സമയമുണ്ട്, എന്നാൽ പിന്നെ നമുക്കൊന്ന് ആ പബ്ബിൽ കയറാം എന്ന് വിചാരിച്ചു. ഞാനും വിപിനും കൂടെ ഞങ്ങൾ ആ പബ്ബിൽ കയറിയപ്പോഴത്തേക്കിനും ചെറിയ രീതിയിലുള്ളൊരു വല്ലാതൊരു ബാഡ് സ്മെൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. കോഫി ക്രീം പോലെ കഷായം കുടിക്കുന്ന ഒരു ഫീല്, ശരിക്കും ഗിന്നസിന്റെ മറ്റൊരു വേർഷൻ എന്ന് പറയാം. ഇവിടുത്തെ ഒരു ലോക്കൽ ബിയറാണ്. കറുത്തിരിക്കുന്നുണ്ടല്ലേ, കറുത്ത് കരിക്കട്ട കൊടുത്തിരിക്കുന്ന സാധനം.
ഞാൻ ഫാൻ്റെ കുപ്പി എടുത്ത് വിടില്ല, ആൾക്കാർ വേറെ വല്ലാന്ന് പറയും. ഇഷ്ടമൊന്നുമല്ലേ? ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, പല തരത്തിലുള്ള ബിയറുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ കാണുന്ന ഓരോ സാധനങ്ങളും വ്യത്യസ്ത ബ്രാൻഡുകളിലെ ബിയറുകളാണ്. ഗിന്നസ്, ഒസ്തര, ബിമീസി, ഹൈനെക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം ബ്രാൻഡുകളിലെ ബിയറുകളാണെന്നറിയുക ആ ചെറിയൊരു പബ്ബിലിരിക്കുന്നത്. ഭയങ്കര രസമാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു ചൈനീസ് ടേക്ക് അവേ കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ നല്ല അടിപൊളി ചൈനീസ് വിഭവങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോണ്ട, സ്പ്രിംഗ് റോളൊക്കെ പോലെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വോക്കോൺ ഇന്നെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇവിടെ നിന്ന് ടേക്ക് അവേ വാങ്ങിച്ചാണ് ഞാൻ കഴിച്ചത്. ഈ ടേക്ക് അവേ കൗണ്ടറുകളിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫുഡ് വാങ്ങാൻ കിട്ടും. അത് മാത്രമല്ല നല്ല ടേസ്റ്റി ഫുഡും ആയിരിക്കും. അങ്ങനെ അവിടെ ഉള്ള ചൈനക്കാരോട്, അവർ ശരിക്കും ചൈനക്കാരായിരുന്നു കേട്ടോ, അവരോട് ഞാൻ സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ഒരു നൂഡിൽസ് ഞാൻ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങി. അപ്പൊ വിപിൻ സി കാണാം, നമ്മള് പണ്ടത്തെ സംഭവമാണല്ലോ ഇനീഷ്യല് അല്ലേ? സി നമ്മളെ പല ആൾക്കാരും നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇനീഷ്യലി വെച്ച് നമ്മളെ അഭിസംബോധന ചെയ്യുമായിരുന്നല്ലോ, സി. അപ്പൊ കാണാം, സി യു അഗൈൻ, സി ഓൾ ദി ബെസ്റ്റ്, നടക്കട്ടെ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ അയർലൻഡിൽ നിന്നല്ല ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. കാരണം ഇവിടെ ഡബ്ലിനിൽ നിന്ന്, നാട്ടിലേക്കല്ല ലണ്ടനിലേക്ക്, ഇവിടെ നിന്ന് ഡബ്ലിനിൽ നിന്ന് ലണ്ടനിലേക്ക് ഭയങ്കര റേറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും 25,000 രൂപയ്ക്കാണ് കാണിച്ചത്. നമ്മൾ ലാസ്റ്റ് ടൈമാണല്ലോ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിൻ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡബ്ലിനിൽ നിന്ന് 2 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താൽ ബെൽഫാസ്റ്റ് എത്തും. ബെൽഫാസ്റ്റ് എയർപോർട്ടിൽ നിന്ന്, ബെൽഫാസ്റ്റ് എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡാണ്, അവിടെ നിന്ന് ഈസി ജെറ്റിൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കേവലം 3000 രൂപയ്ക്ക് നമുക്ക് ലണ്ടൻ എത്താൻ പറ്റും. എൻ്റെ ബാഗ് ഇത് മാത്രമല്ലേ ഉള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കൊണോളി സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അതായത് റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പം അരമണിക്കൂറിൽ എനിക്ക് ഇവിടെ നിന്ന് നോർത്തേൺ അയർലൻഡിലേക്ക് പോകാനുള്ള ട്രെയിനുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, നോർത്തേൺ അയർലൻഡും ശരിക്കും ഒരൊറ്റ ഐലൻഡാണ്. ആ ഐലൻഡിൽ ഈ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത് UK ഭാഗവും അയർലൻഡ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യവുമാണ്. യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അത് UK ഭാഗമല്ല. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ കൺട്രോളോ പരിപാടികളൊന്നുമില്ല. നമ്മൾ വിമാനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയും മറ്റുമൊക്കെ ആവശ്യമുള്ളൂ. ലീഗലി വിസ വേണമെന്നുണ്ടെങ്കിലും ചെക്കിങ് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർക്ക് പോയി വരാവുന്നതാണ്. UK വിസ, ടൂറിസ്റ്റ് വിസ ഉള്ള ആളുകൾക്ക് അയർലൻഡിലേക്ക് വരാനായിട്ട് വേറെ പ്രത്യേകിച്ച് വിസ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ഈസ് നോട്ട് റെഡി ഫോർ ബോർഡിംഗ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് റൂമിലേക്ക് നമ്മളെ കടത്തി വിട്ടു. അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ, വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി അവിടെ പോയി ഫ്ലൈറ്റിൽ കയറി നമ്മൾ ലണ്ടൻ പോകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. ആഹാ, എന്താല്ലേ, തിരക്കൊന്നുമില്ല. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിനിൽ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗുഡ് ബൈ അയർലൻഡ്. നമ്മുടെ KLTക്ക് യാത്ര കഴിച്ച് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. ഇനി മുതൽ നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും ഫുൾ പരിപാടി. ഫുൾ ഫ്ലൈറ്റിൻ്റെ പരിപാടികളായിരിക്കും. വേറെ ലെവൽ എയർലൈൻ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഏവിയേഷൻ റിവ്യൂസ് ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്നു, തകർക്കും നമ്മൾ, പണ്ടത്തെ പോലെ ബാക്ക് ടു ട്രാക്ക്. അങ്ങനെ നമ്മുടെ ഈ യൂറോപ്പ് ട്രിപ്പിലെ അവസാനത്തെ ട്രെയിൻ യാത്രയാണ് ഞാനിപ്പോൾ ആക്ച്വലി നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. ആ ഒരു കടൽ തീരത്തുകൂടെ തന്നെയാണ് ആ അതിമനോഹരമായിട്ടുള്ള ആ ഒരു റെയിൽ പാത സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഡബ്ലിനിൽ നിന്നും 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. ശരിക്കും നമ്മൾ ഈ തമിഴ്നാട്ടിലെ ECR റോഡില്ലേ, ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ കൂടെ പോകുന്നൊരു ഫീലാണ്. നമുക്ക് ഒരു സൈഡിൽ മൊത്തം കടലും പിന്നെ മറ്റു സൈഡിൽ മൊത്തം ഗ്രാമങ്ങളും വില്ലേജസും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു ആംബിയൻസിലുള്ള ഒരു ട്രെയിൻ യാത്രയാണ് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ഗ്രാമങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിമനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ്. പ്രത്യേകിച്ച് കടൽ തീരത്തൊക്കെയുള്ള ഈ വീടുകളൊക്കെ തന്നെ കണ്ടില്ലേ, എത്ര ഭംഗിയാണെന്ന് നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. അതിനിടയ്ക്ക് ഇങ്ങനെ പഴയ വീടുകളും പുതിയ വീടുകളും പിന്നെ അതിനിടയ്ക്ക് ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും വരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ബോട്ടുകൾ ഡോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ വരുന്നു. അങ്ങനെ ഇറ്റ് വാസ് റിയലി എ ഗ്രേറ്റ് ട്രെയിൻ റൈഡ്. പിന്നെ കുറച്ച് നേരം ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. ട്രെയിൻ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ഇവിടെ ഒരു സാധനമായിട്ട് വരുന്നത് കണ്ടോ. ഞാൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കിയിരിക്കുമായിരുന്നു അത് എന്താ സാധനം എന്നുള്ളത്. ആ ആള് ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ആ ട്രെയിനിൽ നിന്ന് ഒരു വീൽ ചെയർ പാസഞ്ചറിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു പലക പോലത്തെ ഒരു സാധനം അയാൾ അവിടെ കൊണ്ടിടുന്നു. എന്നിട്ട് ആ ഒരു പലക പോലത്തെ സാധനത്തിന് മുകളിലൂടെ ആ വീൽ ചെയർ പാസഞ്ചർ തന്നെ, അതായത് മറ്റൊരാളുടെയും സഹായവും ഇല്ലാതെ അദ്ദേഹം തനിയെ ഇറങ്ങി വന്ന് ആ ട്രെയിനിൽ നിന്നും ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. ഭയങ്കര ഉറക്കമായിരുന്നു. നമ്മൾ ബെൽഫാസ്റ്റ് എത്തി. നമ്മുടെ ട്രെയിൻ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ബെൽഫാസ്റ്റ് എത്തിയത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാം ഒരൊറ്റ ടെർമിനലിലാണ്.
അതാണ് ഇവിടത്തേക്ക് ഒരു ഗുണം എന്ന് പറയുന്നത്. ട്രെയിൻ ഇറങ്ങി നേരെ ബസ്സിൽ കയറി പോയാൽ എങ്ങോട്ടെങ്കിലൊക്കെ ടൈം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, റെയിൽ ഡിപ്പാർച്ചേഴ്സ്, ബസ് ഡിപ്പാർച്ചേഴ്സ്. നമുക്കിനി ഇവിടെ നിന്ന് ബെൽഫാസ്റ്റ് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്നൊരു 30-40 മിനിറ്റ് യാത്രയുണ്ട്. ഓരോ 15 മിനിറ്റിൽ 20 മിനിറ്റിലെങ്ങാണ്ട് എയർപോർട്ടിലേക്ക് ബസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് ഏതോ ഒരു ബസ്സൊക്കെ കാണുന്നുണ്ട്. നോക്കട്ടെ, ബസ് ടിക്കറ്റിൻ്റെ കൗണ്ടറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് 9 പൗണ്ട്. ബെൽഫാസ്റ്റ് ഗ്രാൻഡ് സെൻട്രലിൽ നിന്ന് എയർപോർട്ട് വരെ 9 പൗണ്ട്. ടിക്കറ്റ് കിട്ടി ടിക്കറ്റ്. അങ്ങനെ ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. താഴെ മേളിലൊക്കെ ഉണ്ട്. മേളിൽ കയറി പോകും. ഫ്രണ്ട് സീറ്റിൽ ആരും ഇരിക്കല്ലേ. യെസ്, ഞാൻ ഇരുന്നു ഗൈസ്. എത്ര ആളുകൾക്ക് ഇരിക്കാന്നറിയോ ഈ ബസ്സിൽ? താഴെ മേളിലുമായിട്ട് കുറേ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അടിപൊളി. ഈ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ഇത് പ്രത്യേക സുഖം തന്നെയല്ലേ. ഇതിന്റെ മുമ്പിലിരിക്കുന്നത് ഒട്ടും സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. ഇരിക്കുമ്പോഴല്ലോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇത് നമുക്ക് പേടിയാവും. ഇവരെങ്ങോട്ടാ കണ്ടതുകൊണ്ട് ഇവരെങ്ങോട്ടാ പോകുന്നത്, ഇടിക്കുവോ, അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടാവും നമുക്ക്. ആൾക്കാരൊക്കെ എത്ര താഴെ നിൽക്കുന്നതൊക്കെ. ബസ് ഇപ്പോൾ ഒരു വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ കൊണ്ടുവന്ന ആളുകൾക്ക് വണ്ടി ഇട്ടിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് സിറ്റിയിൽ പോയിട്ട് വരാം. അതാണ് കൺസെപ്റ്റ്. കണ്ടില്ലേ, ഇവിടെ കുറേ ആളുകൾ ഇറങ്ങിപ്പോയി. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. എത്ര ആളുകളാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ സിറ്റിയിലെ തിരക്കുകളിലേക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് പോകണ്ടല്ലോ. വാവ്, ഇത് അടിപൊളി എയർപോർട്ടാണല്ലോ. വിമാനങ്ങളൊക്കെ കിടക്കുന്നത്. ഈസി ജെറ്റ്, അതായത് അങ്ങനെ നമ്മൾ ഗോൾഡൻ എവറാണ് എയർപോർട്ടിനകത്ത് കൊണ്ടുവിടും കേട്ടോ. അങ്ങനെ ആ എയർപോർട്ട് എക്സ്പ്രസ് ബസ് നമ്മളെ ഇവിടെ ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. ഇവിടെ ബെൽഫാസ്റ്റിൽ 2 എയർപോർട്ട് ഉണ്ട്. ഇത് ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ മറ്റേ രണ്ടാമത്തെ എയർപോർട്ട് വീണ്ടും ദൂരമുണ്ട്. ബസ് കാണാനൊക്കെ ഭയങ്കര ലുക്കാണ്. പക്ഷേ ഇതിന്റെ മേളിലിരുന്ന് യാത്ര ഭയങ്കര ദുരിതമാണ്. 6:20 ആയതേ ഉള്ളൂ. 7:20, 8:20, 8:50 എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ആ സമയത്തുള്ള നൈറ്റ് ഫ്ലൈറ്റ് എടുത്തത്. നമ്മൾ പോകുന്നത് ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടൊക്കെ കാലിയാണ്. എനിക്ക് പിന്നെ ചെക്ക് ഇൻ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറിപ്പാം. ഞാൻ അകത്ത് കയറി വന്നു. സെക്യൂരിറ്റി ചെക്കൊക്കെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ അതുകൊണ്ട് വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ എന്താണ്, സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഡ്യൂട്ടി ഫ്രീ പോലുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന പോലെയാണ് ശരിക്കും യൂറോപ്പിലെ വിമാനയാത്രകൾ എന്നൊക്കെ പറയുന്നത്. റയാൻ എയർ, ഈസി ജെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബഡ്ജറ്റ് എയർലൈൻസ് ധാരാളമുള്ളൊരു സ്ഥലമാണ് യൂറോപ്പ് മൊത്തത്തിൽ, പ്രത്യേകിച്ച് UK, യൂറോപ്പെല്ലാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതായത് 2-3 മണിക്കൂറുള്ള യാത്രകളൊക്കെ ചിലപ്പോൾ ഒരു 1500-2000 രൂപയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. മഴയാണേലും മഞ്ഞാണേലും നമ്മളിങ്ങനെ ഇതുപോലെ ഇറങ്ങി ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി നമുക്ക് ആ മഞ്ഞും മഴയൊക്കെ കൊണ്ട് നടന്ന് നമ്മൾ വിമാനത്തിലേക്ക് കയറി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ പല സ്ഥലത്തും. വണ്ടിയോ അല്ലെങ്കിൽ എയറോ ബ്രിഡ്ജുകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പല സ്ഥലത്തും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഈസി ജെറ്റിൻ്റെ വിമാനത്തിലാണ് ഞാൻ നോർത്തേൺ അയർലൻഡിൽ നിന്നും ലണ്ടനിലെ ലൂട്ടൺ എയർപോർട്ടിലേക്ക് പോകുന്നത്. വിമാനത്തിൽ കയറിയിരുന്നു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ പാസഞ്ചർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരം സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. അധികം ദൂരമൊന്നും ഇല്ലായിരുന്നു. ആകെ 1 മണിക്കൂർ 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പെട്ടെന്ന് എത്തിയായിരുന്നു. അങ്ങനെ വിമാനത്തിൽ കയറിയിരുന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കിനും നമ്മൾ അടുത്ത ലണ്ടൻ ലൂട്ടൺ വിമാനത്താവളത്തിലെത്തി. അപ്പോൾ അവിടെ നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനിയിപ്പം ബസ്സിൽ കയറിയാണ്. ഇവിടെ ബസ്സുണ്ട് ഭാഗ്യത്തിന്. ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് കൊണ്ട് വിട്ടു. അപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ ചാറുന്നുണ്ടെങ്കിൽ നമ്മൾ മഴ നനയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പ്രത്യേകിച്ച് യൂറോപ്പിൽ ഞാൻ പറഞ്ഞില്ല, യൂറോപ്പ് ഇങ്ങനെയാണ് മൊത്തത്തിൽ. നമുക്ക് കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഇതിപ്പോൾ കണ്ടില്ലേ, ലണ്ടനിലെ ഒരു വിമാനത്താവളത്തിലെ സ്ഥിതി കണ്ടോ നിങ്ങൾ? നോക്കിയാൽ ലൂട്ടൺ എയർപോർട്ട്. നിങ്ങൾ ലണ്ടൻ ആണെന്ന് പറയുമോ? എങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ലണ്ടൻ ആണ്. ലണ്ടനെ പറ്റിയൊക്കെ നമുക്കുള്ള ആ ഒരു ധാരണയൊക്കെ മൊത്തത്തിൽ മാറുന്ന രീതിയിലായിരുന്നു പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി, ലണ്ടൻ ലൂട്ടൺ എയർപോർട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ആ കാണുന്ന റേഞ്ച് റോവറിൽ എന്നെ കാത്തു നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷംജിത് ഭായ്. ഞാൻ രാവിലെ കിടന്നുറങ്ങായിരുന്നു. നല്ല ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നിട്ട് രാവിലെ ഒരു 6 മണി ആയപ്പോഴത്തേക്കിനും ഹോട്ടലിന്റെ ഡോറ് ചവിട്ടി പൊളിക്കുന്ന പോലത്തെ ഒരു ശബ്ദം, ടപ്പ് ടപ്പ് ടപ്പേന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രിയിൽ ഷംജിത് ഭായ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് റൂമിൽ കൊണ്ടാക്കി. ഞാനിവിടെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കിനും ടപ്പ് ടപ്പെന്ന് പറഞ്ഞാൽ 6 മണിക്ക്. എനിക്ക് ദേഷ്യം വന്നു. ഇത് ആരാ വന്ന് വിളിക്കുന്നത്? ഞാൻ വിചാരിച്ചു വല്ല ആരെങ്കിലും എന്താ പറയാ അടിച്ച് പാമ്പായിട്ട് രാവിലെ വന്നിട്ട് ഹോട്ടൽ റൂം തള്ളിപ്പൊളിക്കുകയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഷംജിത് ഭായ് നിങ്ങളെന്താ രാവിലെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ഞാൻ നിങ്ങൾക്ക് ഒരു ചായ തരാൻ വേണ്ടി വന്നു പറഞ്ഞൊരു ചായക്കൊപ്പം കൊണ്ട് പുറത്തു വന്നിരിക്കുന്നു.
എന്നാ ബാ കേറ് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് അകത്ത് കയറ്റിയപ്പോ പുറകെ ഏതാണ്ട് വേറൊരാള് വലിഞ്ഞു കയറി വന്നേക്കുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയും ഹായ്. എനിക്ക് സർപ്രൈസ് ഒന്നും എന്നെ പറ്റിച്ചില്ല നിങ്ങള്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനാകെ ഒരുമാതിരി എന്ത് ചെയ്യണം, സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നുള്ള അവസ്ഥയായി. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോ കേട്ടോ. ഞാൻ നിങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ മോൾക്ക് വയ്യ, മോൾ ആശുപത്രിയിലാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ക്യാൻസൽ ചെയ്തിട്ട് ഞാനത് ആ ഒരു വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഷഹീർ ഭായി എത്തിയിരിക്കുകയാണ് അല്ലേ. ഫുഡ് കഴിക്കാൻ പോണ്ടേ? നോമ്പാണല്ലേ, എന്നാ പിന്നെ പുറത്തു വന്നാ. ഞാൻ ആകെ സർപ്രൈസ് ആയിപ്പോയിരുന്നേ. ഞാൻ ഈ ആള് വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലല്ലോ. ഞങ്ങൾ ആക്ച്വലി ഇനിഷ്യലി പ്ലാൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ വെക്കാം എന്നൊക്കെ ഉള്ളായിരുന്നു. അതായത് സുനീർ ഭായി, സഹീർ ഭായി എല്ലാവർക്കും തിരക്കുകളാണല്ലോ. ഇപ്പം തന്നെ കണ്ടു ഷംജിത് ഭായിയുടെ വൈഫിന് സുഖമില്ല. സുനീർ ഭായിക്ക് അവിടെ കുറച്ച് എമർജൻസി തിരക്കുകൾ. സുനീർ ഭായി വരുമോ എനിക്കറിയത്തില്ല, ഇപ്പോഴും വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെ അവസ്ഥ എന്നുള്ളത്. പിന്നെ ഫാസിൽ ബ്രോ ഉണ്ട്, ഇപ്പം നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാവരുടെയായിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാം എന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. തകർക്കാം. നല്ല മണം. അതെ, സഹീർ ഭായി വരുന്ന കാര്യം സഞ്ജിത് ഭായിക്ക് അറിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പുള്ളി എന്നോടത് പറഞ്ഞില്ല. അതെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയാണ് അവർ എന്നോട് പറയായിരുന്നത്. നെക്സ്റ്റ് ഡേ എന്തായാലും രാവിലെ വീണ്ടും സഞ്ജിത് ഭായി വന്നു. ഞാനും സഞ്ജിത് ഭായിയും സഹീർ ഭായിയും കൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ഭക്ഷണം കഴിക്കണം, ഇവർക്ക് നോമ്പാണല്ലോ, അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കണ്ടല്ലോ. പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കണമായിരുന്നു രാവിലെ, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഹോട്ടലിൽ പോയി. ഞാൻ അവിടെ നിന്ന് ഒരു പൂരി മസാല ഓർഡർ ചെയ്തു. ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ, എപ്പോഴും ദോശ മസാലശം കഴിക്കുന്നതല്ലേ. ഇന്ന് വെറൈറ്റി ആയിട്ട് പൂരി മസാല കഴിക്കാൻ വിചാരിച്ചു. മോശം പറയരുതല്ലോ, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടെ ഓരോ ദിവസവും ഓരോ വെതറാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിൽ, ജാക്കറ്റ് പോലും ഇടണ്ടാത്ത വെയിൽ, 16 ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥ, നല്ല വെതർ, നല്ല കാലാവസ്ഥ. നാളെയാണ് മഴയെന്ന് പറയുന്നത്. എന്താല്ലേ, ഓരോ ദിവസം ഓരോ വെതർ. ഇന്നലെയാണ് ഒടുക്കത്തെ തണുപ്പുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ട്രെയിനിൽ നമ്മുടെ ഫാസിൽ ബ്രോ വരുന്നുണ്ട്. ഫാസിൽ ബ്രോ ആക്ച്വലി ഈ ഷംജിത് ഭായിയും അതേപോലെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരെയുള്ള ലണ്ടൻ്റെ മറ്റൊരു ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ലാംഗ്ലി സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ കാണുന്ന കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുള്ളി ട്രെയിനിൽ കയറി വരും. അതാ കയ്യിലൊരു ബോക്സും പിടിച്ചുകൊണ്ട് മന്ദം കൂളിംഗ് ഗ്ലാസും വെച്ച് നടന്നു വരുന്ന ഞങ്ങളുടെ സ്വന്തം ഫാസിൽ ബ്രോനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയ്യിലൊരു സാധനമുണ്ട്, അത് എനിക്കുള്ളൊരു സാധനമാണ്. ഇല്ലില്ല, ചൈനന്ന് വരെ സഹീർ ഭായി ഇങ്ങെത്തി. ലണ്ടനിലുള്ള ഫാസിൽ ബ്രോ എത്തല്ലോ. ഇതെന്താ സംഭവം അറിയാമോ? ഇത് നമ്മുടെ ഹോളി ലാൻഡിന്റെ മൈക്ക്. നിങ്ങളിപ്പം ഇതുപോലത്തെ സാധനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന കാണാം. എൻ്റെ കയ്യിൽ ഈ സാധനം ഇല്ലായിരുന്നു. ഭയങ്കര കൺവീനിയൻ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. ഉപയോഗിക്കാൻ എളുപ്പമാണ്. നമുക്ക് മാഗ്നറ്റിക് സ്ട്രിപ്പ്, ഒരു ബട്ടൺ പോലത്തെ സാധനമാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കാം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ കാറിൽ തന്നെ ഇരുന്ന് ഞാനത് അൺബോക്സ് ചെയ്തു. ഈ കാണുന്ന സംഭവം കണ്ടു. ഇത് ശരിക്കും നമ്മുടെ എയർപോഡ് പോലത്തെ ഒരു സാധനം, ലിറ്ററലി എയർപോഡ് പോലത്തെ ഒരു സാധനം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അത് ഫിനിഷിംഗ് ആണെന്നറിയോ? അത് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ട്രാൻസ്മിറ്ററും അതേപോലെ തന്നെ 2 റിസീവറും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ നടുക്ക് കാണുന്ന സാധനം എടുത്ത് ഫോണിൽ കുത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതേപോലെ കോളറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് പ്ലഗ് ചെയ്ത് വെക്കാം. പ്ലഗ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. പുതിയ മൈക്ക് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ദൂരെന്ന് ഞാൻ വളരെ പതുക്കെ സംസാരിച്ചാലും ശബ്ദം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു, എന്തായാലും നമ്മളിപ്പോൾ അത് വാങ്ങിച്ചു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ റേഞ്ച് റോവറിൻ്റെ ഷോറൂമിലേക്കാണ്. ഷംജിത് ഭായിയുടെ വണ്ടി എന്തോ ഒരു കാര്യത്തിന് അവിടെ കാണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ് റേഞ്ച് റോവറിൻ്റെ ഷോറൂമിലേക്ക്. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫാസിൽ ബ്രോനെ കൊണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ച്, ചുമ്മാ വെറുതെ രസമല്ലേ, നല്ല വെതർ ആയതുകൊണ്ട് തന്നെ നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ കിട്ടി. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കിടന്ന കുറേ വണ്ടിയുടെ മുമ്പിൽ നിന്നും ഫോട്ടോ എടുത്തു. പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്കിനും അവിടെ ഒരു അടിപൊളി ഒരു ഡിഫൻഡർ കിടക്കുന്നു. ഈ ഡിഫൻഡറിൻ്റെ കളർ ഉണ്ടല്ലോ, ഇതൊരു രക്ഷയില്ല, എന്ത് കിടിലം കളറല്ലേ. ഫുള്ള് ഡിഫൻഡർ ലോഗോ ആണല്ലോ ഇവിടെ മൊത്തം. അത് സൂപ്പറാ. ഈ കളർ എടുത്തോ, പ്രശ്നമില്ല, നല്ലതാ. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന മറ്റേ കളറാ, ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. നിങ്ങൾ ഏതാ എടുക്കുന്നേ? നിങ്ങൾ ഏതാ എടുക്കുന്നത്? തത്തപ്പച്ചയോ? ഞാൻ എന്റെ ടീഷർട്ട് ബ്ലാക്ക് ആണല്ലോ, അപ്പൊ ഞാൻ ബ്ലാക്ക് ടീഷർട്ട് അതായത് കൊണ്ട് ഇത്. നിങ്ങൾ ഏതാ എടുക്കുന്നേ? നെഞ്ചുരിച്ച് കാണിച്ചു കൊടുക്കുക ഏത് കളറാണ് ടീഷർട്ട്. സഹീർ ഭായി എന്നാ തിരിച്ചു പോന്നേ? 23 പോവും.
ഞാൻ 25-ന് പോകും. നാട്ടിലേക്കല്ലേ പോകുന്നേ? നാട്ടിലേക്ക് പോയി. ഇത് രാവിലെ ഭാര്യ വിളിച്ചപ്പോൾ പറയാണ് പറഞ്ഞല്ലേ, എൻ്റെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഒന്നാം ഭാര്യ അല്ല, നിങ്ങൾ എൻ്റെ ഒന്നാം ഭാര്യ, നിങ്ങൾ എൻ്റെ രണ്ടാം ഭാര്യ എന്നാ പറയുന്നത്. ആന്നേ ഷംജിത് ഭായ് ആ ലെവലിലായിട്ടില്ല. ബോയ് ഫ്രണ്ടാ? അല്ല, നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ, നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ. അതായത് എന്റെ ഭാര്യ പറയുന്നത് നിങ്ങൾ എന്റെ കൂടെ കിടക്കുന്നതിലും കൂടുതൽ സൈർബയുടെ കൂടെ ഫാസിൽ ബ്രോന്റെ കൂടെ കിടന്നിട്ടുണ്ട്. അല്ല, നമ്മള് അങ്ങനെ റൂം ഷെയർ ചെയ്യുന്ന കാര്യം അങ്ങനെ അതാ ഉദ്ദേശിച്ചത്. അവര് നോക്കുമ്പോ എന്താ നമ്മളെപ്പോഴും ഒരുമിച്ചാ. നമ്മളൊരു ട്രിപ്പ് പോകുന്നു, അവിടെ പോകുന്നു. എന്റെ ഭാര്യയോടെ ഞാൻ ഇത്രയ്ക്ക് രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരുമിച്ച് എത്ര രാജ്യങ്ങൾ പോയിരിക്കുന്നത്? എത്രയോളം പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. വിളിക്കുമ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് എന്താ പറയാ ഇരിക്കുമ്പോഴേ നിങ്ങള് വീഡിയോ കോൾ വിളിച്ചാലോ സൈർബൈ വീഡിയോ കോൾ വിളിച്ചാലോ ചൊറിച്ചില്ല. പിന്നെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും, ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ചൊറിച്ചില്ല. അവരുടെ കാര്യമില്ല. ഇങ്ങനെയൊക്കെയാണ്. എന്റെ ഭാര്യയുണ്ട്, ഞാൻ വീഡിയോ ഓഫ് ആക്കിട്ട് പറഞ്ഞുതരാം. എല്ലാം ഉണ്ട്. ഇത് തന്നെയാണ് അവസ്ഥ. അകത്ത് നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഡിഫൻഡറിന്റെ മുമ്പിൽ നിന്നും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അലമാരിക്കകത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റേ റേഞ്ച് റോവറിന്റെ ഓരോ സാധനങ്ങളാണ്. ഇവരുടെ ഡൈകാസ്റ്റ് മോഡലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കിടിലം വണ്ടികൾ, പല മോഡലുള്ള വണ്ടികളൊക്കെ കാണാൻ കിടപ്പുണ്ട്. റേഞ്ച് റോവറിന് ടീഷർട്ട് വരെയുണ്ട്. നിങ്ങൾക്ക് അറിയാമോ ഈ റേഞ്ച് റോവറിന്റെ ടീഷർട്ട്? അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ്. ബ്രോ, ഇത് എന്താണ് ബ്രോ? കിട്ടിലൻ വൈബുള്ളൊരു പബ്ബ്. നോക്കിയേ, പാർക്ക് സ്ട്രീറ്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഫ്യൂണറൽ അടിപൊളി. അതായത് രാജകുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ ഭാഗത്തൂടെയാണ് നടക്കുന്നത് അല്ലേ? ഓ, അവരിവിടെയാണ് താമസിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ റോയൽ ഫാമിലി ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. അടിപൊളി. ആ കാണുന്ന ഒരു ഗ്രീനറി നോക്ക്, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ നീണ്ടു നിവർത്തി കിടക്കുകയാണ്. ഇത് ആക്ച്വലി ദിസ് ഈസ് ഓപ്പൺ ഫോർ പബ്ലിക്. ഇത് ഇവിടുത്തെ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്താ പറയുക, ആളുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന സ്ഥലം. സൈർബൈ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്. ഇതിനകത്താണ് പാലസ്. ശരിക്കും ഇവിടെ നല്ല പാലസ് കാണുന്നത്. എൻട്രി അപ്പുറത്താണ്. അത് വേറൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ആ ഒരു പാലസ് ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനായിട്ട് ഹീത്രോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഗൾഫെയർ ആണ്. ലാൻഡിപ്പിക്കാം. സംദീപ് ഭായ് ഇവിടുത്തെ ലോക്കൽ അല്ലേ? ഇവിടുത്തെ 3 കിലോമീറ്റർ അല്ലേ സംദീപ് ഭായുടെ വീടുള്ളൂ. സംദീപ് ഭായ് ഇവിടുത്തെ ലോക്കൽ അല്ലേ? തൊട്ടടുത്ത ആളാ. രാജാവിന്റെ വളരെ അടുത്ത ആളാ. കൊട്ടാരം വൈദ്യരും. അതായത് ഈ ഒരു വിൻസർ എന്ന് പറയുന്ന ഏരിയ ഹീത്രോ എയർപോർട്ടിനടുത്താണ്. ഇവരുടെ റോയൽ ഫാമിലിയുടെ ഏരിയ ആണ് കംപ്ലീറ്റ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇവിടെ ഇംഗ്ലീഷുകാരല്ലേ ഉള്ളൂ. ഇവിടെ ഇംഗ്ലീഷുകാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വൈറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ അവരുടെ നാട്ടിൽ വന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഇവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നേ. ആ അവസ്ഥയാണ്. എന്തായാലേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊക്കെ ഒന്ന് കാണാം. ശരിക്കും ഇതുപോലെ ഇത് ലണ്ടൻ ഔട്ട്സ്കേർട്സിൽ തന്നെയാണോ ഈ സ്ഥലം? ഇവിടുത്തെ ആ ഒരു കെട്ടിടങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേറെ ലെവലാട്ടോ. ഇത്രയും നാൾ ലണ്ടനിൽ വന്നിട്ട് ഞാൻ ഈ സ്ഥലത്തേക്കൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കിങ് ചാൾസും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും താമസിച്ചിരുന്ന ഇവിടുത്തെ കൊട്ടാരമാണ് ഈ കാണുന്നത്. ഇവരുടെ റെസിഡൻസ്. ഇത് നമുക്ക് വിശദമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് കാണാം. നല്ല രസമുണ്ട്. നല്ല വെതർ ആയതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര വലിയ കോട്ടയാണ് കേട്ടോ ഇത് ശരിക്കും. ലിറ്ററലി വിൻസർ റോയൽ ഷോപ്പിംഗ് സെന്റർ. അടിപൊളി. 1897 നിർമ്മിച്ചതാ അത്. നമ്മുടെ ക്വീൻ എലിസബത്ത് ഈയിടെ മരണപ്പെട്ടപ്പോൾ അവരുടെ ഫ്യൂണറൽ നടന്നത് ഇവിടെയാണ്. അതായത് റോയൽ ഫാമിലിയുടെ സിമെട്രി ഉള്ളത് ഈ കാണുന്ന ഇവിടുത്തെ ഈ ഒരു പാലസിന്റെ ഉള്ളിലാണ്. അത് മറ്റേ വെള്ളത്തിലും കരയിലൂടെ ഓടുന്ന വണ്ടി അതാണ് കാണുന്നത്. മറ്റേ എന്താ പറയാ ഡക്ക് ടൂൾസ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് എവിടെ വെള്ളത്തിൽ പോയി ഇറങ്ങും ഇവിടെ? വിൻസർ കാസലിൽ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കാര്യമായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേറെ 1-2 സ്ഥലങ്ങളിൽ കൂടെ പോകാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങി നേരെ മോട്ടോർവേ പിടിച്ചിട്ട് നമ്മൾ നേരെ വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മോളിലേക്കാണ് പോയത്. കാരണം എനിക്ക് അടുത്ത ദിവസങ്ങളിൽ 1-2 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. കയറി വന്നപ്പോൾ തന്നെ അതാ കിടക്കുന്നു നമ്മുടെ ലാൻഡ് ക്രൂസർ. എന്ത് ലുക്കാലേ വണ്ടി
കാണാനായിട്ട്. അതിൻ്റെ ഫിനിഷിങ് നോക്ക്, സത്യം പറഞ്ഞാൽ കൊതിയാവും അല്ലേ. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കിനും കോടികളാണ് വില. നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ വണ്ടികളൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. എന്ത് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. എന്തായാലും ആ വണ്ടിയൊക്കെ കണ്ട് അവിടെ നിന്ന് കുറേ വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചെറിയ രീതിയിൽ പലരും പല വഴിക്കാണ്. എല്ലാവരും പറഞ്ഞ പോലെ തിരക്കുകളിലും മറ്റുമൊക്കെയാണ്. സൈർ ഭായ് ആണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്. ചൈനയിൽ നിന്ന് എൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് സത്യം പറഞ്ഞാൽ സൈർ ഭായ്. ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ്. ഈ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഒരു രക്ഷയില്ല. വിലയുടെ കാര്യത്തിലും ചെറിയതല്ല, അല്ലെങ്കിൽ മൊത്തത്തിലും എല്ലാ കാര്യത്തിലും ചെറുതൊന്നും അല്ലാത്ത അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണത്. എന്തായാലും അവിടെ നിന്ന് വണ്ടിയെല്ലാം കണ്ടിറങ്ങി നമ്മൾ മേളിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോപ്പിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലണ്ടനിലെ ഇന്ത്യക്കാരുടെ ഒരു ഹബ്ബാണ് ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത്. അവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്തിനകത്താണെങ്കിൽ ധാരാളം കേരള റെസ്റ്റോറൻറ്റുകളും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവിടെ റൈസ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് ലിങ്ക് പറഞ്ഞായിരുന്നു. കാരണം അതിൻ്റെ ബ്രാൻഡിങ് വർക്കുകളും ഡിസൈനിങ്ങും ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്ത ലിങ്കുമാണ്. എന്നാൽ പിന്നെ അതൊക്കെ കണ്ടു കളയാം, അവിടെ തന്നെ ആവാം, നോമ്പ് തുറക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ റൈസ് ക്ലബ്ബിലേക്ക് പോയി. അകത്ത് കയറിയപ്പോൾ തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ആംബിയൻസിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. കയറിപ്പോയപ്പോൾ തന്നെ നമുക്കൊരു ജ്യൂസൊക്കെ കൊണ്ടു തന്നു. പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്കിനി കുറച്ച് ഭക്ഷണ വിശേഷങ്ങളിലേക്ക് കടക്കാം. സൈർ ഭായ് ചൈനയിൽ നിന്ന് വന്നപ്പോൾ പോലും പറയുന്ന നാടൻ ഫുഡ് വേണം, നാടൻ ഫുഡ് വേണോ. നാടൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ വന്നാലേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഈസ്റ്റ് ഹാമിൽ തന്നെയാണ്. സൈർ ഭായ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തു. ഇത് നിങ്ങൾ പറ, നിങ്ങൾ ഓർഡർ എന്താന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ നാടൻ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. ഇന്ന് നിങ്ങളുടെ വയറ് നിറച്ച് കഴിപ്പിച്ച് ഞങ്ങൾ വിടുള്ളൂ. ഒരു പരിപാടിയില്ല. ഇന്ന് നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞ് കഴിച്ചിട്ട് പോയി. എല്ലാം ഉണ്ട്. നാടൻ മാത്രമല്ല, മന്തി, അൽഫാം, ബിരിയാണി, കബ്സ, അറബിക്കും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നാടനും ഉണ്ട്, മറ്റതും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ത് വേണം പറഞ്ഞു നോക്കി വെള്ളം എടുക്കണ്ട് പറ. ഒരു ബീഫ് പള്ളിക്കറി, പിന്നെ ഗീ റൈസ്. എനിക്ക് സ്റ്റാർട്ടേഴ്സിൽ ഒരു കാന്താരി മസൽസ്, പിന്നെ സീ ഫുഡിന്റെ എന്താ ഉള്ള സീ ഫുഡ് ബക്കറ്റ് അല്ലേ. സീ ഫുഡ് ബക്കറ്റ് അത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? 3 പേർക്ക് കഴിക്കാം. നമുക്കതിപ്പോൾ അതൊരെണ്ണം എടുത്തു. ചോപ്സ്റ്റിക് ആണ്. കൈ കൊണ്ട് കഴിച്ചാൽ മതിയോ? ഈ കാന്താരി മസിൽസ് ഒക്കെ എങ്ങനെ എടുത്ത് കഴിക്കുന്നേ? ഈ ഓയിസ്റ്റർ പല സാധനം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നാടൻ രീതിയിൽ കാന്താരി ഒക്കെ ഇട്ടിട്ടുള്ളത് അത് വെറൈറ്റി ആട്ടോ. അതിങ്ങനെ കുത്തിയെടുത്തിട്ട് ആ ഒരു കാന്താരി വെച്ചിട്ടുള്ള ആ ഒരു സോസിനകത്ത് മുക്കി ഇങ്ങനെ കഴിക്കണം. അത് രസമായിരിക്കും. കഴിച്ചു നോക്കണം, എങ്ങനെയാണെന്ന് അറിയാം. അടിപൊളി. ഞങ്ങളുടെ നാട്ടിൽ ഈ പള്ളികളിൽ നേർച്ച ഉണ്ടാവും. അപ്പൊ നേർച്ചക്ക് കൊടുക്കുന്ന ഒരു നെയ്ച്ചോറുണ്ട്, അതേപോലെ തന്നെ ബീഫ് കറിയും ഉണ്ട്. പക്ഷെ ആ ഒരു ഫീൽ കിട്ടും നമുക്കത് കഴിച്ചു കഴിഞ്ഞാല്. പള്ളിക്കറി കഴിച്ചാൽ അത് എങ്ങനെയാണ് അത് കിട്ടണമെന്ന് നമുക്കറിയില്ലല്ലേ. പക്ഷെ നമ്മൾ ദുബായിൽ നിന്ന് കഴിച്ചപ്പോൾ സെയിം ഫീലിംഗ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓ, സഹീർ ഭായിയുടെ നെയ്ച്ചോറ്, സഹീർ ഭായിയുടെ പള്ളിക്കറി. അപ്പൊ ഇവിടെ കബ്സ കൊണ്ടുവരുന്നുണ്ട്. കബ്സ ഇന്ന് നമ്മൾ തകർക്കും. ഇത് ഗംഭീര സംഭവങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എല്ലാം നാടൻ സാധനങ്ങൾ. അപ്പുറത്തെ പൊട്ടെ എന്റെ അമ്മയെ വിചാരിച്ച് പൊട്ടിപ്പോയി. ഇത് ശരിക്കും അറബിക് അല്ലേ? അറബിക്കാണ്. ഇത് അറബിക് നാടനാണേ. ഇതിനകത്ത് വേറെ സംഭവം എന്താ അറിയോ? ഫുഡ് അറബിക്കാണ്, പക്ഷെ കൊട്ട് നാടനായി. അതാ ഞാൻ പറഞ്ഞത് നാടനാണെന്ന്, അറബിക് നാടനാണെന്ന്. മനസ്സിലായില്ലേ? നാടൻ വൈബാക്കാൻ വേണ്ടി സെറ്റ് ആക്കിയത്. അടുത്ത തട്ടിനുള്ള ഒരു വലിയൊരു വാഴയില ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സീ ഫുഡ് ബക്കറ്റിനുള്ള പരിപാടിയാണ്. എന്റെ ദൈവമേ ചേട്ടാ, ഇത് ഇത്രയും ഉണ്ടോ? ഒരു ബക്കറ്റ്. ഇത് നമ്മള് 3 പേരിൽ കഴിക്കാൻ ആളെ വിളിക്കേണ്ടി വരുമല്ലോ ഇനിയിപ്പോ. എന്റെ ദൈവമേ, അടിപൊളി. അതായത് സീ ഫുഡ് മൊത്തത്തിലുണ്ട്. അതായത് ക്രാബ്, പ്രോൺസ്, പിന്നെ കൂന്തലുണ്ട്, പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങുണ്ട്, പിന്നെ മറ്റേ സ്വീറ്റ് കോണുണ്ട്, മറ്റേ ചോളം ഉണ്ട്, പിന്നെ മസൽസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഓയിസ്റ്റർ ഉണ്ട് നമ്മൾ നേരത്തെ കഴിച്ചു. അങ്ങനെ അത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. സഞ്ജിത് ഭായിയുടെ പടച്ചട്ട എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്.
പിനാക്കളോടല്ലേ? ഇതിനകത്ത് റം ഇടണം, എന്നാലും ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരും. റമ്മില്ലാത്ത പിനാക്കളോടാന്ന് പറയുന്നത്, റമ്മില്ലാത്ത പിനാക്കളോടാന്ന് പറയുന്നത് എന്തെങ്കിലും ഉപമ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ക്യൂബൻ സാധനമാണ് പിനാക്കളോട. നമ്മള് ക്യൂബയിൽ പോയ സമയത്ത് നമ്മള് ധാരാളം പിനാക്കലോള അവിടെ കുടിച്ചിരുന്നു. ആ പിനാക്കലോള എന്ന് പറയുന്നത് ശരിക്കും റമ്മിട്ടാണ് കഴിക്കേണ്ടത്, പക്ഷെ ഇവിടെ റമ്മില്ല. ഇതുണ്ടോ വണ്ടിയില് ക്യാമറ ഉണ്ടാകത്ത് റെഡ് ലൈറ്റ് കണ്ടോ? റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നു. പിന്നെ ആ ഹാൻഡിലില് വരെ ഈ ഒരു ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിലാണ് ഈ വണ്ടികളൊക്കെ ഇവരിങ്ങനെ ഇട്ടിരിക്കുന്നത്. പല വണ്ടികളിലും ഇത്തരത്തില് ഹാൻഡിലില് ലോക്ക് അല്ലെങ്കിൽ ടയറിൽ ലോക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സഞ്ജിത് ഭായ്, എന്താ ഇത്? നിങ്ങളുടെ ലണ്ടൻ ഇങ്ങനെയൊക്കെയാണോ? അല്ല, ലണ്ടനിൽ ലോകത്ത് എല്ലായിടത്തും ഈ പ്രശ്നമാണ്. ഞാൻ എന്റെ നാട്ടിൽ ഇപ്പൊ ഞാൻ വീട് പോലെ നടക്കുന്നു, 2 പ്രാവശ്യം കള്ളം. 2 പ്രാവശ്യം കള്ളം കയറി നിങ്ങളവിടെ ക്യാമറ വെച്ചിട്ടും. അപ്പൊ നമ്മൾ ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ വീടും സ്ഥലം വിട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാം. ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നം പ്രശ്നമില്ലാത്ത നാടേതാ? എല്ലാ നാട്ടിലും ഇത് തന്നെ ഉണ്ട്. നമ്മള് ജനറലൈസ് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര, അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയ വണ്ടികളിലൊക്കെ ഇങ്ങനെ വെക്കാന്ന് പറയുമ്പോഴേ